നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ പടലങ്ങ, കൈപ്പങ്ങ, ചെരങ്ങ മൂന്നും മിക്സായിട്ടുള്ള കൃഷിയിടാണ്. ഇതിലിപ്പോൾ ബീച്ചിക്ക ഏകദേശം വിളവെടുക്കാറായി. ബീച്ചിക്ക ഏകദേശം വിളവെടുക്കുക. ഇത് നമ്മളെ ഇവിടെ കൃഷി ചെയ്തത് ഇത് നമ്മളെ പോർച്ചിൻ്റെ മുകളിലാണ്. ചെരിഞ്ഞ സ്ഥലമാണിത്. നമ്മൾ നല്ലൊരു ചെരിവാണ്, ആരും അനുഭവിക്കരുത്. കാരണം ഞാനിത് ചെറിയൊരിതിൽ ചെയ്യാണ് കൃഷി. കാരണം നമുക്ക് വേറൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ചെയ്യാണ്. ഇത് പോർച്ചാണ്, ചെരിഞ്ഞ ഇടാണ്, ബാർപ്പിൻ്റെ ചെരിവാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഡ്രം വെച്ചിട്ട് അങ്ങനെയാണ് കൃഷി ചെയ്യണത്. പീച്ചിക്ക നമ്മൾ വിളവെടുക്കുകയാണ്. പീച്ചിക്ക ഏകദേശം ആയി. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കരുതി, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇതുപോലെ എല്ലാവരും ചെയ്യട്ടെ, അതുകൊണ്ടാണ് വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൃഷി ചെയ്യുക. എല്ലാവരും പോർച്ചിനെ പോലെ പോയി കൃഷി ചെയ്യണം. കാരണം ചെരിഞ്ഞ സ്ഥലമാണ്, ഡേഞ്ചറാണ്, വെള്ളം പാരുമ്പോഴൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യരുത്. ഇല്ല സ്ഥലത്ത്, നല്ല സ്ഥലത്ത് തന്നെ എല്ലാവരും കൃഷി ചെയ്യുക. ഒരു സ്ഥലം ഒഴിവെടുത്ത്, അതൊരു മെസ്സേജ് മാത്രം. അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ചെയ്യാമെന്ന് കരുതി. എനിക്ക് വേറെ സ്ഥലമല്ല, അതുകൊണ്ട് ചെയ്യാണ്. നമ്മൾ വിളവെടുക്കുകയാണ് പീച്ചിക്ക നമ്മൾ മൂക്കിന് മുന്നേ വിളവെടുക്കും. മൂത്ത് കഴിഞ്ഞ പിന്നെ എത്തിനും പറ്റില്ല, ചണ്ടിയാവും. ഇതിപ്പോൾ ഏകദേശം പാകമാണ്. അങ്ങനെ രണ്ട് പീച്ചിക്ക അതിന് അയ്യോ കൈപ്പങ്ങ. അത് കൈപ്പങ്ങ ഏകദേശം നല്ല ഗ്രീൻ പച്ച കൈപ്പങ്ങയാണ്. നല്ല ഹൈബ്രിഡ് വിത്താണ്. ഇപ്പോൾ കായ്ച്ചിങ്ങനെ തുടങ്ങണുള്ളൂ. നല്ല കായ് വരുന്നുണ്ട്. കായ് നല്ല ഷാറായിട്ട് അവിടെ ഇവിടെയൊക്കെ നല്ല വരുന്നുണ്ട്. നല്ല പന്ത്. ആകെ 2-4 മരട്ടുള്ളൂ കൈപ്പങ്ങ, പക്ഷേ ഏകദേശം കായുണ്ട്. ചെരങ്ങ ഏകദേശം ഹൈബ്രിഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കായ് തുടങ്ങിയിട്ട് നല്ല കായുണ്ട്. ഇവിടെ എല്ലായിടത്തും കായുണ്ട്. ഏകദേശം നല്ല പിടിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ബീച്ചിങ്ങ വെള്ളമെടുത്തപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കരുതി, അത് ചെയ്യാം. ചെരങ്ങൻ്റെ പിന്നെ ആവുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-4 ചിരങ്ങയുണ്ട്, 5 മരട് ചിരങ്ങയുണ്ട്, ഒരു 4-5 മരട് കയ്പയുണ്ട്. പിന്നെ ഒരു പീച്ചിക്കുള്ളൂ. പീച്ചിക്കനെ മരട് വന്നപ്പോൾ എത്ര 2 കിട്ടിയത്. അപ്പോൾ കുഴപ്പമില്ലാത്ത കായ്കൾ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്രോ ബാഗ്. ബാഗാണ് ഇത് രണ്ടും. ഇത് 4-5 എണ്ണം. ഇത് നമ്മളെ വീട്ടിലെ ഉള്ളി അങ്ങനത്തെ വേസ്റ്റുകൾ ഇടുക, അതിന് മേലെ മണ്ണിടുക, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ബാഗ് ഫുള്ളായി. അപ്പോൾ ഏകദേശം മതിഞ്ഞ് ഇതിലേക്ക് വളവും കാര്യങ്ങളും കായിട്ട് വേണ്ട. കായ് തുടങ്ങി. ഇതിൻ്റെ വേരുണ്ട്, പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം കായ് ആയി. ഇങ്ങനെ ആരും അനുഭവിക്കരുത്. കാരണം ഇത് പോർച്ചിൻ്റെ ഇതിലാണ്, ചെരിഞ്ഞ സ്ഥലമാണ്. അപ്പം കാലെപ്പോഴും സ്ലിപ്പാവും. നനക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെയ്യണം. സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂല. കാരണം അതാണ് അങ്ങനെ അത്. പിന്നെ നല്ല കായ് വല ഉണ്ടാവുന്നുണ്ട്, കൈപ്പങ്ങ എല്ലാം ഉണ്ടാവുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഷാറായിട്ട് ഇതുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഉത്തരത്തുമ്പോൾ എത്തി പടന്ന് കണ്ട്. ഓഹോ ഇത് നമ്മളെ തക്കാളി മുകളിൽ നിന്ന് എടുക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് തക്കാളി കായ്ക്കാണ്. നല്ല മല പോലെ കായ്ച്ചിരിക്കുന്നുണ്ട്. ഇത് മുകളിൽ നിന്നാണ്. പിന്നെ പറയാല്ലേ, ഈ വിത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുരുവാണ്. 2 ഈച്ച വിത്ത് ഓരോരുത്തർക്ക് കൊടുക്കുക. 2 ഈച്ച വിത്ത് ഓരോരുത്തർക്ക് കൊടുക്കുക ഫ്രീ ആയിട്ട്. എനിക്ക് പൈസ ഒന്നും വേണ്ട. ഞാൻ അത് വാങ്ങിയത് ഒരു വിത്തിന് 50 ഉറുപ്പ്യ വെച്ചാൽ. അങ്ങനെ ഞാൻ വിത്ത് ഇവിടെ ഇഷ്ടം എനിക്കുണ്ട്, കുറേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ ഇടാൻ, അപ്പോൾ ആ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവിടെ ഏരിയയിലാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ 2 ഈച്ച വിത്ത് ഓരോരുത്തർക്ക് തരാം. എത്ര നല്ല അടിപൊളി വിത്താണ്. നല്ല അടിപൊളി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് എൻ്റെ മൊബൈൽ നമ്പർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഇത് ഫ്രീ ആയിട്ട് ഞാൻ തരാം. ഓക്കെ, എനിക്ക് പൈസയും കാര്യമൊന്നും വേണ്ട. എല്ലാവർക്കും കൃഷി ചെയ്യട്ടെ. 2 വിത്ത് ഓരോരുത്തർക്ക് തരാം. ഒരു 2 വിത്ത് വെക്കണം, എന്നാലേ ഒന്ന് ആൺപൂവും വേണം പെൺപൂവും വേണം. അപ്പോൾ 2 വിത്ത് ഓരോരുത്തർക്ക് തരാം. ആർക്കാൻ വേണ്ടി വാട്സാപ്പ് ചെയ്താൽ മതി. ഞാൻ ഫ്രീ ആയിട്ട് ഈ അടുത്തുള്ള ഏരിയയിലൊക്കെ, ഞാൻ വരുന്ന ഏരിയയിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. അല്ലെങ്കിൽ നിങ്ങൾ വരിക എന്തെങ്കിലും ചെയ്യണം. നല്ല വിത്താണ്, നല്ല അടിപൊളി വിത്താണ്. ഈ കുഞ്ഞി കൈപ്പങ്ങ പൂവല്ല ഇത് എടുത്തടി. ഈ 2 ഇത് സൂം ചെയ്യണം. ഇവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ കാണില്ല. അയ്യോ നിൽക്കിയ നടുവിൽ